തൃശൂർ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി ഒരു ശാന്തമായ ഗ്രാമത്താണ് ശ്രീലകം എന്ന പഴയ തറവാട്. പച്ച പിടിച്ചു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾക്കും കാറ്റിൽ ഇളകിയാടുന്ന കവുങ്ങിൻ തൈകൾക്കും നടുവിൽ ആ വീടൊരു തപസ്യയെ പോലെ നിലകൊണ്ടു. ആ വീടിന്റെ ഓരോ ശ്വാസവും 70-കാരിയായ ഭവാനി അമ്മയുടേതാണ്. വീടിന്റെ ഉമ്മറത്ത് ചാരു കസേരയിൽ ഇരിക്കുമ്പോൾ ഭവാനി അമ്മയുടെ കണ്ണുകൾ പലപ്പോഴും ആ മുറ്റത്തെ തുളസി തറയിലേക്കും അപ്പുറത്തെ വലിയ മാവിലേക്കും നീളും. ആ മാവ് നട്ടത് തന്റെ ഭർത്താവ് ശേഖരൻ പിള്ളയാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് ശേഖരൻ പിള്ള ഒരു അപകടത്തിൽ മരിക്കുമ്പോൾ ഭവാനി അമ്മയുടെ ലോകം തകർന്നു പോയതാണ്. അന്ന് മൂത്തവൻ വിനോദിന് 10 വയസ്സും ഇളയവൻ മനോജിന് 8 വയസ്സുമാണ് പ്രായം. കൈക്കുഞ്ഞുങ്ങളുമായി ആ വിധവ എന്ത് ചെയ്യുമെന്ന് നാട്ടുകാർ നെറ്റിച്ചുളിച്ചു. പക്ഷേ ഭവാനി അമ്മ തളർന്നില്ല. ശേഖരൻ പിള്ള ബാക്കി വെച്ച തുച്ഛമായ സമ്പാദ്യവും തന്റെ കഠിനാധ്വാനവും കൊണ്ട് അവർ മക്കളെ വളർത്തി. പുലർച്ച 4 മണിക്കെഴുന്നേറ്റ് അയൽപ്പക്കത്തെ വീടുകളിൽ പാലെത്തിച്ചു. രാത്രി വൈകുവോളം തുന്നൽ മിഷീനു മുന്നിലിരുന്ന് കണ്ണുനീർ ഒഴുക്കിയും അവർ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി. അമ്മ, ഞങ്ങൾക്ക് പുതിയ ഉടുപ്പ് വേണ്ട, അമ്മക്ക് മരുന്ന് വാങ്ങിക്കോളൂ എന്ന് കുട്ടിക്കാലത്ത് മക്കൾ പറഞ്ഞിരുന്ന വാക്കുകൾ ഇന്നും ഭവാനി അമ്മയുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. അന്ന് അവർക്ക് അമ്മയായിരുന്നു ലോകം. അമ്മയുടെ സാരിത്തുമ്പിൽ തൂങ്ങി നടന്നിരുന്ന ആ ബാല്യങ്ങൾ ഇന്ന് വളർന്ന് വലിയ നിലയിലായിരിക്കുന്നു. വിനോദ് നഗരത്തിലെ ഒരു പ്രമുഖ ബാങ്കിൽ ഉദ്യോഗസ്ഥനാണ്. മനോജ് ഒരു വലിയ കമ്പനിയിൽ മാനേജറും. രണ്ടുപേരും വിവാഹിതരായി, അവർക്ക് കുട്ടികളായി. വിനോദിന്റെ ഭാര്യ രശ്മിയും മനോജിന്റെ ഭാര്യ അഞ്ജലിയും എത്തിയതോടെ ശ്രീലകം കൂടുതൽ സജീവമാകുമെന്ന് ഭവാനി അമ്മ കരുതി. തുടക്കത്തിൽ എല്ലാം ഒരു സ്വപ്നം പോലെ സുന്ദരമായിരുന്നു. മരുമക്കൾ അമ്മയെ അമ്മ എന്ന് വിളിച്ച് സ്നേഹത്തോടെ അരികിൽ വന്നു. പേരക്കുട്ടികൾ മുത്തശ്ശിയുടെ മടിയിലിരുന്ന് കഥകൾ കേട്ടു. ഭവാനി അമ്മ സന്തോഷിച്ചു. തന്റെ കഷ്ടപ്പാടുകൾക്ക് ദൈവം നൽകിയ പ്രതിഫലമാണ് ഈ സ്നേഹമെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ കാലം പതുക്കെ അതിന്റെ നിറം മാറ്റിത്തുടങ്ങി. വീടിന്റെ അടുക്കളയിലും ഹാളിലും മരുമക്കളുടെ അധികാരം ഉറച്ചതോടെ ഭവാനി അമ്മയുടെ സാന്നിധ്യം അവർക്കൊരു തടസ്സമായി തോന്നിത്തുടങ്ങി. വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടിയിരുന്ന് ചിരിക്കുമ്പോൾ ഭവാനി അമ്മ അങ്ങോട്ട് ചെന്നാൽ പെട്ടെന്ന് സംസാരം നിലക്കും. അമ്മയുടെ പഴയകാല കഥകളും ഉപദേശങ്ങളും മക്കൾക്ക് വിരസമായി തോന്നിത്തുടങ്ങി. അമ്മേ, ഈ പഴയ പാത്രങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ സൂക്ഷിക്കുന്നത്? ഇതൊക്കെ കളഞ്ഞ് പുതിയത് വാങ്ങാം എന്ന് രശ്മി പറയുമ്പോൾ ഭവാനി അമ്മയുടെ ഉള്ളൊന്ന് പിടയും. ആ പാത്രങ്ങൾ ശേഖരൻ പിള്ളയുടെ ആദ്യത്തെ ശമ്പളം കൊണ്ട് വാങ്ങിയ ഓർമ്മകളാണ് അവർക്ക്. പക്ഷേ ആധുനികതയുടെ പകിട്ടിൽ ആ ഓർമ്മകൾക്ക് വിലയില്ലെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഭവാനി അമ്മ തന്റെ തളർച്ചകൾ മറന്ന് വീട്ടുജോലികളിൽ സഹായിക്കാൻ ശ്രമിച്ചു. പക്ഷേ അമ്മ, അവിടെ ഇരുന്നാൽ മതി, ഒന്നും കേടുവരുത്തേണ്ട എന്ന മരുമക്കളുടെ വാക്കുകൾ സ്നേഹത്തേക്കാൾ പരിഹാസമായി അവർക്ക് അനുഭവപ്പെട്ടു. സ്വന്തം വീട്ടിൽ ഒരു അതിഥിയെ പോലെ കഴിയേണ്ടി വരുന്നതിന്റെ വേദന ഭവാനി അമ്മ പതുക്കെ അറിഞ്ഞു തുടങ്ങി. എങ്കിലും തന്റെ മക്കൾ കൂടെയുണ്ടല്ലോ എന്ന ഏക ആശ്വാസം ആ അമ്മയെ പിടിച്ചു നിർത്തി. പക്ഷേ ആ മക്കളുടെ ഉള്ളിൽ തനിക്കായി ഒരു വലിയ ചതി ഒരുങ്ങുന്നുണ്ടെന്ന് ഭവാനി അമ്മ അറിഞ്ഞിരുന്നില്ല. ശ്രീലകത്തെ അന്തരീക്ഷം പതുക്കെ മാറിത്തുടങ്ങി. തറവാടിന്റെ ഐശ്വര്യമായിരുന്ന ഭവാനി അമ്മയുടെ ചിരി പതുക്കെ ആ വീടിന്റെ ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയി. മരുമക്കൾ തമ്മിലുള്ള ഇഷ്ടക്കുറവ് ആദ്യം അമ്മയോടുള്ള അവഗണനയായിട്ടാണ് പുറത്തു വന്നത്. വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും ആധുനികത കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ഭവാനി അമ്മയുടെ പഴയ ഓർമ്മ ചിത്രങ്ങളും ഭർത്താവിന്റെ ഫോട്ടോയും പൂജാമുറിയിൽ നിന്നും ഹാളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു. അമ്മേ, ഈ ഫോട്ടോ ഇവിടെ ഇരുന്നാൽ വീട്ടിൽ വരുന്നവർ എന്ത് വിചാരിക്കും? ഇതൊക്കെ അമ്മയുടെ മുറിയിൽ വെച്ചോളൂ എന്ന് വിനോദ് പറഞ്ഞപ്പോൾ ഭവാനി അമ്മയുടെ ഉള്ളിലൊരു വിങ്ങൽ അനുഭവപ്പെട്ടു. തന്റെ മക്കളുടെ വളർച്ചയ്ക്ക് അടിത്തറയിട്ട ആ പിതാവിന്റെ ചിത്രം അവർക്ക് വെറുമൊരു അലങ്കാര വസ്തുവായി മാറി. ഭക്ഷണ കാര്യത്തിലായിരുന്നു ഏറ്റവും വലിയ വിവേചനം. പ്രമേഹ രോഗിയായ ഭവാനി അമ്മക്ക് കൃത്യസമയത്ത് ആഹാരം കഴിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. എന്നാൽ അടുക്കളയുടെ താക്കോൽ മരുമക്കളുടെ കയ്യിലായതോടെ അമ്മക്ക് ഭക്ഷണം ലഭിക്കുന്നത് അവരുടെ സൗകര്യം പോലെയായി. ഒരു ദിവസം ഉച്ചക്ക് 1 മണിയായിട്ടും ആരും ഭക്ഷണം വിളമ്പിയില്ല. വിശപ്പും തളർച്ചയും കൊണ്ട് വിറച്ച കൈകളോടെ ഭവാനി അമ്മ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ രശ്മിയും അഞ്ജലിയും പുതിയ റെസിപ്പികൾ പരീക്ഷിച്ച് ചിരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മോളെ, ഒത്തിരി നേരായി വിശക്കുന്നു, ഒരിത്തിരി ചോറ് തരുമോ എന്ന് ഭവാനി അമ്മ വിനയത്തോടെ ചോദിച്ചു. രശ്മി നെറ്റി ചൊളിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഞങ്ങൾ കുട്ടികൾക്ക് പിസ ഉണ്ടാക്കുകയാണ്, ചോറ് ഇനിയും വെച്ചിട്ടില്ല. വിശക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്തെ പാത്രത്തിൽ ഇന്നലത്തെ കുറച്ച് കഞ്ഞിയുണ്ട്, അതെടുത്ത് ചൂടാക്കി കഴിച്ചോളൂ
ഉള്ളൂ. കണ്ണുനീർ നിറഞ്ഞെങ്കിലും ഭവാനിയമ്മ ഒന്നും പറഞ്ഞില്ല. തന്റെ മക്കൾ വളർന്ന് വലിയ നിലയിലായെങ്കിലും അമ്മയുടെ വിശപ്പിന്റെ വില അവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നവർ ഓർത്തു. വൈകുന്നേരം വിനോദ് ജോലി കഴിഞ്ഞു വന്നപ്പോൾ ഭവാനി അമ്മ പതുക്കെ മരുന്നിന്റെ കാര്യം പറഞ്ഞു. മോനെ, പ്രമേഹത്തിന്റെ മരുന്ന് തീരാറായി. കണ്ണിനൽപ്പം കാഴ്ചക്കുറവും തോന്നുന്നുണ്ട്, ഒന്ന് വാങ്ങിച്ചു തരുമോ? വിനോദ് ക്ഷീണത്തോടെ മറുപടി നൽകി. അമ്മേ, ഈ മാസം ഒത്തിരി ചെലവുണ്ട്. കുട്ടികളെ സ്കൂൾ ഫീസും കാറിന്റെ ഇൻഷുറൻസും ഒക്കെ അടക്കാനുണ്ട്. ഇപ്പോൾ കയ്യിൽ പണമില്ല. വിനോദിന്റെ വാക്കുകൾ ഭവാനി അമ്മയെ നെട്ടിച്ചു. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന മകനെ അമ്മയുടെ ജീവൻ രക്ഷിക്കാനുള്ള മരുന്നിനേക്കാൾ വലുത് ആഡംബരങ്ങളാണെന്ന് അവർ വേദനയോടെ തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ മരുമക്കൾ തമ്മിൽ അമ്മയുടെ ചെലവിനെ ചൊല്ലി തർക്കങ്ങൾ പതിവായി. ഓരോ 15 ദിവസം കൂടുമ്പോഴും അമ്മയുടെ സാധനങ്ങൾ ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് മാറ്റപ്പെട്ടു. ഭവാനി അമ്മ ഒരു ഭാരമാണെന്ന ചിന്ത മക്കളിലും മരുമക്കളിലും വന്നു തുടങ്ങി. ഒരു ദിവസം രാത്രി തണുപ്പ് കൂടിയപ്പോൾ ഭവാനി അമ്മക്ക് ശക്തമായ പനി അനുഭവപ്പെട്ടു. വെള്ളം കുടിക്കാൻ പോലും എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥ. അവർ പതുക്കെ മനോജിനെ വിളിച്ചു. പക്ഷേ മനോജ് തന്റെ മുറിയുടെ വാതിൽ പോലും തുറന്നില്ല. അമ്മേ, രാവിലെ നോക്കാം, ഇപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് എന്ന മറുപടിയാണ് ലഭിച്ചത്. ആ രാത്രി മുഴുവൻ ചുട്ടുപൊള്ളുന്ന പനിയുമായി ആ അമ്മ തനിച്ചിരുന്നു. കണ്ണുനീർ തണുത്തുറങ്ങിയ ആ രാത്രിയിലാണ് ഭവാനി അമ്മ ആദ്യമായി ഒരു കാര്യം ചിന്തിച്ചത്. താൻ സ്നേഹിച്ചു വളർത്തിയ മക്കൾക്ക് താൻ ഇപ്പോൾ വെറും ഒരു ബാധ്യത മാത്രമാണ്. രണ്ടു മക്കളുടെയും ഇടയിൽ അമ്മയുടെ സ്ഥാനം ഒരു ഫുട്ബോളിനെ പോലെയായി. അവർ അമ്മയെ പരസ്പരം തട്ടിക്കളിച്ചു. ഭവാനി അമ്മയുടെ മൗനം ആ വീടിനുള്ളിൽ ഒരു വലിയ കൊടുങ്കാറ്റിന്റെ മുന്നോടിയായിരുന്നു. എന്നാൽ തന്റെ മക്കൾ ഇതിലും വലിയൊരു ക്രൂരതയ്ക്ക് തയ്യാറെടുക്കുകയാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. കർക്കടക മാസത്തിലെ കനത്ത മഴ പെയ്യുന്ന ഒരു ദിവസം ശ്രീലകത്തിന്റെ വിശാലമായ ഹാളിൽ വിനോദും മനോജും അവരുടെ ഭാര്യമാരും ഗൗരവമായ ഒരു ചർച്ചയിലായിരുന്നു. ഭവാനി അമ്മ തന്റെ ചെറിയ മുറിയിലിരുന്ന് പുറത്തെ മഴ നോക്കുകയായിരുന്നു. പെട്ടെന്ന് ഹാളിൽ നിന്ന് ഉയർന്ന ശബ്ദം കേട്ട് അവർ വാതിലിനരികിലേക്ക് നീങ്ങി. ഇങ്ങനെ മുന്നോട്ടു പോകാൻ പറ്റില്ല വിനോദേട്ട, രശ്മിയുടെ ശബ്ദമായിരുന്നു അത്. അമ്മയുടെ മരുന്നും ഭക്ഷണവും നോക്കുന്നത് നമ്മുടെ ബഡ്ജറ്റിനെ ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം മാത്രം അമ്മയുടെ ചെക്കപ്പിനായി 5000 രൂപ. അഞ്ജലിയുടെ കൂടെ അമ്മ ഇരിക്കുമ്പോൾ അവർ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അഞ്ജലി വിട്ടുകൊടുത്തില്ല. അതൊക്കെ വെറുതെ പറയുന്നതാ. അമ്മയുടെ മുറി വൃത്തിയാക്കുന്നതും വസ്ത്രങ്ങൾ അലക്കുന്നതും ഞാനാണ്. ജോലിക്ക് പോകുന്ന എനിക്ക് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അമ്മയുടെ ചെലവ് രണ്ടുപേരും തുല്യമായി പങ്കിടണം. മക്കളുടെ മറുപടിക്കായി ഭവാനി അമ്മ കാതോർത്തു. വിനോദ് ശാന്തമായി പറഞ്ഞു. ശരിയാണ്, നമുക്ക് അമ്മയെ പകുതി പകുതിയായി ഭാഗിക്കാം. ഇനി മുതൽ മാസത്തിൽ 30 ദിവസമെങ്കിൽ 15 ദിവസം അമ്മ താഴെ മനോജിന്റെ കൂടെ താമസിക്കട്ടെ. ബാക്കി 15 ദിവസം മുകളിൽ എന്റെ കൂടെയും. ആരുടെ കൂടെയാണോ അമ്മ നിൽക്കുന്നത് ആ കാലയളവിൽ മുഴുവൻ ചെലവും അവർ നോക്കണം. മനോജ് അത് ശരിവെച്ചു. ഭവാനി അമ്മയുടെ ഹൃദയം തകർന്നുപോയി. തന്നെ ഒരു വസ്തുവിനെ പോലെ അവർ വീതം വെക്കുന്നത് കേട്ട് അവർക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അടുത്ത ദിവസം തന്നെ ഈ വിഭജനം നടപ്പിലാക്കി. 15-ാം തീയതി അർദ്ധരാത്രിയാകുമ്പോൾ ഭവാനി അമ്മയുടെ വസ്ത്രങ്ങളും മരുന്നുകളും അടങ്ങിയ ആ പഴയ പെട്ടി ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് മാറ്റപ്പെട്ടു. ഒരു മാസം 31-ാം തീയതി വന്നപ്പോൾ വലിയൊരു തർക്കമുണ്ടായി. 31-ാമത്തെ ദിവസം ആരുടെ കണക്കിൽ വരും എന്നതായിരുന്നു ചോദ്യം. രണ്ടുപേരും ആ ഒരു ദിവസം അമ്മയെ നോക്കാൻ തയ്യാറായില്ല. ഒടുവിൽ താൻ പെറ്റു വളർത്തിയ മക്കൾ കലഹിക്കുന്നത് സഹിക്കാൻ വയ്യാതെ ഭവാനി അമ്മ പറഞ്ഞു. മക്കളെ, ആ ഒരു ദിവസം ഞാൻ വരാന്തയിൽ ഇരുന്നോളാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകേണ്ട. പരിഹാസമെന്നും പറയട്ടെ. മക്കളത് സമ്മതിക്കുകയും ചെയ്തു. ആ രാത്രി കൊടും തണുപ്പത്ത് ഉമ്മറത്തെ തണലിൽ ഇരിക്കുമ്പോൾ ഭവാനി അമ്മ തന്റെ ഭർത്താവിനെ ഓർത്ത് കരഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ക്രൂരതയുടെ ആഴം കൂടി. ഭക്ഷണത്തിന് ഒരു നേരത്തെ കഞ്ഞിയോ ഉണങ്ങിയ ചപ്പാത്തിയോ മാത്രം ലഭിച്ചു. മരുമക്കൾ വസ്ത്രങ്ങൾ അലക്കാൻ മെഷീൻ ഉപയോഗിക്കാൻ ഭവാനി അമ്മയെ അനുവദിച്ചില്ല. കറന്റ് ബില്ല് കൂടും, അമ്മ കൈകൊണ്ട് അലക്കിയാൽ മതി എന്നായിരുന്നു അഞ്ജലിയുടെ കൽപ്പന. തണുത്ത വെള്ളത്തിൽ വിറക്കുന്ന കൈകളോടെ തുണി നനയ്ക്കുമ്പോൾ ഭവാനി അമ്മയുടെ വേദന കൂടുമായിരുന്നു. ഒരു ദിവസം രാവിലെ തറ തുടക്കുന്നതിനിടയിൽ ഭവാനി അമ്മക്ക് തലകറക്കം അനുഭവപ്പെട്ടു. കയ്യിലുണ്ടായിരുന്ന വെള്ളം വിലപിടിപ്പുള്ള സോഫയിൽ അല്പം തെറിച്ചു. അത് കണ്ട രശ്മി ആക്രോശിച്ചു. നോക്കി ചെയ്തൂടെ അമ്മേ, ഇതിനെത്ര വിലയാണെന്ന് അറിയാമോ? വെയ്യാത്തവർ എന്തിനാ ഈ പണിക്കൊക്കെ നിൽക്കുന്നത്? ഭവാനി അമ്മ തന്റെ വിറക്കുന്ന കൈകൾ ചേർത്തു പിടിച്ചു. അവരുടെ കണ്ണുകളിൽ നിന്ന് മക്കൾക്കായുള്ള പ്രാർത്ഥനകൾ നിലച്ചു തുടങ്ങിയിരുന്നു. താൻ അനുഭവിക്കുന്ന ഈ അപമാനം അർഹിക്കുന്നതാണോ എന്നവർ സ്വയം ചോദിച്ചു. മക്കൾ തന്റെ മരണത്തിനായി കാത്തിരിക്കുകയാണെന്ന് ഭവാനി അമ്മക്ക് ബോധ്യമായി. എന്നാൽ വിധി അവർക്കായി മറ്റൊരു വഴി കരുതി വെച്ചിരുന്നു. ആ വീടിന്റെ ചുമരുകൾക്കുള്ളിൽ അവരറിയാത്ത മറ്റൊരു രഹസ്യം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. ശ്രീലകത്തെ തണുത്ത ചുമരുകൾക്കുള്ളിൽ ഭവാനി അമ്മ ഒരു തടവുകാരിയെ പോലെയായി. അവരുടെ ആഹാരത്തിന്റെ അളവ് മരുമക്കൾ വീണ്ടും കുറച്ചു. പ്രായമായവർക്ക് അധികം ആഹാരം വേണ്ട, ദഹിക്കാൻ പ്രയാസമാകും എന്നായിരുന്നു അവരുടെ ന്യായം.
വാസ്തവത്തിൽ ഓരോ രൂപയും അമ്മക്കായി ചെലവാക്കുന്നത് വലിയ നഷ്ടമായി അവർ കണക്കാക്കി. ഒരു വൈകുന്നേരം വിനോദും മനോജും വീടിന്റെ ടെറസിലിരുന്ന് സംസാരിക്കുന്നത് ഭവാനി അമ്മ കേട്ടു. രശ്മിയും അഞ്ജലിയും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സംസാരം ആ തറവാട് വീടിനെ കുറിച്ചാണ്. ഈ വീടും പറമ്പും വിറ്റാൽ കുറഞ്ഞത് 2 കോടി രൂപയെങ്കിലും കിട്ടും വിനോദേട്ട, മനോജ് ആവേശത്തോടെ പറഞ്ഞു. നഗരത്തിൽ നമുക്ക് 2 ലക്ഷറി ഫ്ലാറ്റുകൾ വാങ്ങാം. ബാക്കി പണം ബിസിനസ്സിൽ ഇടുകയും ചെയ്യാം. ഇവിടെ ഇങ്ങനെ കിടന്നാൽ ഈ വീട് നശിച്ചു പോകും, രശ്മി ഇടക്ക് കയറി പറഞ്ഞു. അതൊക്കെ ശരിയാണ്, പക്ഷെ അമ്മയെ എന്ത് ചെയ്യും? ഫ്ലാറ്റിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാകും. എന്റെ കൂട്ടുകാരിയുടെ അമ്മ ഒരു ഓൾഡ് ഏജ് ഹോമിലുണ്ട്. നല്ല സൗകര്യങ്ങളാണ്. അമ്മയെ അവിടെ ആക്കുന്നതല്ലേ നല്ലത്. നമുക്ക് സമാധാനമായി ജീവിക്കാമല്ലോ. മക്കളുടെ മറുപടിക്കായി ഭവാനി അമ്മ ശ്വാസമടക്കി കാതോർത്തു. വിനോദ് ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, അത് നല്ല കാര്യമാണ്. അമ്മക്ക് അവിടെ കൂട്ടുകാരുണ്ടാകുമല്ലോ. അടുത്ത മാസം തന്നെ നമുക്കിതിന്റെ നടപടികൾ തുടങ്ങണം. വീട് വിൽക്കാനുള്ള പരസ്യം കൊടുക്കാം. സ്വന്തം ചോരയിൽ പിറന്ന മക്കൾ തന്റെ അന്ത്യകാലം ഒരു വൃദ്ധസദനത്തിലാക്കാൻ തീരുമാനിച്ചത് കേട്ട് ഭവാനി അമ്മയുടെ ലോകം കറങ്ങുന്നത് പോലെ തോന്നി. അവർ പതുക്കെ പടികൾ ഇറങ്ങി താഴേക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷേ വേദനയും മാനസിക വിഷമവും കാരണം അവരുടെ കാലുകൾ ഇടറി. പടികളിൽ നിന്ന് വഴുതി ഭവാനി അമ്മ താഴേക്ക് വീണു. തല കരിങ്കല്ലിൽ തട്ടി മറിഞ്ഞു. ചോര മുറ്റത്തേക്ക് ഒഴുകി. അമ്മേ എന്ന് വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. വീഴ്ചയുടെ ശബ്ദം കേട്ട് മക്കൾ താഴേക്ക് ഓടി വന്നു. പക്ഷേ അവർ ആദ്യം നോക്കിയത് അമ്മയെയല്ല, മറിച്ച് നിലത്ത് പടർന്ന ചോരപ്പാടുകളെയായിരുന്നു. കണ്ടോ, ഈ ടൈൽസ് മുഴുവൻ കറയായി. ഇതിനി എങ്ങനെ കളയും? അഞ്ജലി ദേഷ്യത്തോടെ പറഞ്ഞു. വിനോദ് അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതിനു പകരം മനോജിനോട് പറഞ്ഞു, നീ അമ്മയെ എടുത്ത് വരാന്തയിൽ കിടത്ത്, ഞാൻ ഡ്രൈവറെ വിളിക്കാം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് വലിയ ചെലവുള്ള കാര്യമാണ്. മുറിവിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ആ തണുത്ത രാത്രിയിൽ തലയിലെ മുറിവുമായി വരാന്തയിൽ കിടക്കുമ്പോൾ ഭവാനി അമ്മ ആദ്യമായി ആ സത്യം തിരിച്ചറിഞ്ഞു. ഈ വീട് തന്റേതാണ്, തന്റെ വിയർപ്പാണ്. തന്നെ പുറത്താക്കാൻ തന്റെ മക്കൾക്ക് ഒരു അധികാരവുമില്ല. തന്റെ നിശബ്ദതയാണ് അവരെ ഇത്രയും ക്രൂരമാക്കിയത്. ശേഖരൻ പിള്ള മരിക്കുമ്പോൾ ഏൽപ്പിച്ച ആ ചുവന്ന ഫയൽ തന്റെ പഴയ തടിപ്പെട്ടിക്കുള്ളിൽ ഇരിപ്പുണ്ട്. അതിൽ തന്റെ മക്കൾ അറിയാത്ത ഒരു വലിയ സത്യമുണ്ട്. അന്ന് രാത്രി വേദന കടിച്ചമർത്തിക്കൊണ്ട് ഭവാനി അമ്മ നടന്ന് തന്റെ മുറിയിലെത്തി. വിറക്കുന്ന കൈകളോടെ അവർ ആ പഴയ പെട്ടി തുറന്നു. ആ ചുവന്ന ഫയൽ കയ്യിലെടുക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഒരു പുതിയ തിളക്കം ഉണ്ടായിരുന്നു. ഇത്രയും കാലം ഞാൻ എന്റെ മക്കളെ പേടിച്ചു, ഇനി അവർ എന്നെ പേടിക്കണം, അവർ സ്വയം പറഞ്ഞു. ആ രാത്രി ശ്രീലകം തറവാട് നിശബ്ദമായിരുന്നുവെങ്കിലും ഭവാനി അമ്മയുടെ ഉള്ളിൽ തിരമാലകൾ ആനടിച്ചു. തലയിലെ മുറിവിൽ നിന്നുമുള്ള വേദനയേക്കാൾ അവരുടെ ഉള്ളു പൊള്ളിച്ചത് മക്കളുടെ വാക്കുകളായിരുന്നു. വിറക്കുന്ന വിരലുകൊണ്ട് അവർ ആ പഴയ തടിപ്പെട്ടിയുടെ ആഴങ്ങളിൽ നിന്ന് ആ ചുവന്ന ഫയൽ പുറത്തെടുത്തു. പൊടി പിടിച്ച ആ ഫയലിനുള്ളിൽ തന്റെ ഭർത്താവ് ശേഖരൻ പിള്ളയുടെ ആധാരവും വസ്യത്തുമായിരുന്നു. അന്ന് ശേഖരൻ പിള്ള മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ആശുപത്രി കിടക്കയിൽ വെച്ച് വക്കീലിനെ വരുത്തി എഴുതിച്ചതായിരുന്നു അത്. വിനോദും മനോജും കരുതിയിരുന്നത് തറവാട് വീട് അവരുടെ പേരിലാണെന്നായിരുന്നു. എന്നാൽ ആധാരത്തിലെ വരികൾ മറ്റൊന്നാണ്. ഈ വീടും അതിനോട് ചേർന്ന 1 ഏക്കർ ഭൂമിയും ഭവാനി അമ്മയുടെ പേരിൽ മാത്രമാണ്. അവർ ജീവിച്ചിരിക്കുമ്പോഴോ അവരുടെ അനുവാദം കൂടാതെയോ ആർക്കും ഇത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ അധികാരമില്ല. ഭവാനി, നിന്റെ മക്കൾ നിന്നെ നാളെ കൈവിട്ടാൽ നിനക്ക് തല ചായ്ക്കാൻ ഒരിടം വേണം. നീ ആരുടെയും മുന്നിൽ കൈ നീട്ടരുത്. അന്ന് ശേഖരൻ പിള്ള പറഞ്ഞ വാക്കുകൾ ഒരു മന്ത്രം പോലെ അവരുടെ ഉള്ളിൽ മുഴങ്ങി. പിറ്റേന്ന് രാവിലെ വിനോദും മനോജും പതിവ് പോലെ വീട് വിൽക്കാനുള്ള ചർച്ചകളിലായിരുന്നു. അമ്മേ, ഇന്ന് വക്കീലും ഡീലറും വരും. അമ്മ ഒന്നും പറയണ്ട, ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ മതി, വിനോദ് ആജ്ഞാപിച്ചു. ഭവാനി അമ്മ ഒന്നും മിണ്ടാതെ അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. മരുമക്കൾ അവരെ പരിഹാസത്തോടെ നോക്കി. താനൊരു ഭിക്ഷക്കാരിയല്ലെന്നും ഈ വീടിന്റെ യഥാർത്ഥ ഉടമയാണെന്നുമുള്ള സത്യം അവർക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ സമയമായെന്ന് അമ്മ ഉറപ്പിച്ചു. ആരും കാണാതെ ഭവാനി അമ്മ വീടിന് പുറത്തിറങ്ങി. നേരെ ടൗണിലുള്ള തന്റെ പഴയ കുടുംബ സുഹൃത്തായ വക്കീൽ കൃഷ്ണദാസിനെ കാണാൻ പോയി. വക്കീൽ ഫയലുകൾ പരിശോധിച്ചു. ഭവാനി അമ്മേ, ധൈര്യമായിരിക്കൂ. ഈ വീട് നിങ്ങളുടെ സ്വന്തമാണ്. നിങ്ങളുടെ മക്കൾക്ക് ഇതിലൊരു അവകാശവുമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനും നിയമപരമായി നിങ്ങൾക്ക് സാധിക്കും, വക്കീൽ ഉറപ്പിച്ചു പറഞ്ഞു. ഭവാനി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അത് സങ്കടം കൊണ്ടായിരുന്നില്ല. തന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാനുള്ള കരുത്തായിരുന്നു അത്. എനിക്കവരെ പുറത്താക്കണമെന്നില്ല വക്കീലെ, പക്ഷെ അവർ എന്നെ ഒരു അനാഥാലയത്തിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്റെ വിയർപ്പിൽ പണിത ഈ വീട് വിറ്റ് അവർക്ക് സുഖിക്കണം. അത് ഞാൻ സമ്മതിക്കില്ല. ഭവാനി അമ്മ വക്കീലിനോട് ഒരു പ്രത്യേക കാര്യം കൂടി ആവശ്യപ്പെട്ടു. ഒരു പുതിയ ഉടമ്പടി തയ്യാറാക്കണം. ആ ഉടമ്പടി കേട്ടപ്പോൾ വക്കീൽ അത്ഭുതപ്പെട്ടു പോയി. ഇത് വലിയൊരു തീരുമാനമാണ് ഭവാനി അമ്മേ, നിങ്ങൾക്ക് ഉറപ്പാണോ? ഭവാനി അമ്മ തലയാട്ടി. അതെ, എന്റെ തീരുമാനത്തിൽ
ആചാരത്തിന് മാറ്റമില്ല. അന്ന് വൈകുന്നേരം മക്കൾ ഡീലറെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ചായയും പലഹാരങ്ങളും ഒരുക്കി അവർ ആഘോഷത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു. ഡീലർ ഒരു വലിയ തുകയുടെ ചെക്ക് മേശപ്പുറത്ത് വെച്ചു. വിനോദ് ആവേശത്തോടെ പേന കയ്യിലെടുത്തു. ഭവാനിയമ്മ ശാന്തയായി വരാന്തയിലേക്ക് നടന്നു വന്നു. അവരുടെ കയ്യിൽ ആ ചുവന്ന ഫയൽ ഉണ്ടായിരുന്നു. അമ്മേ, അമ്മ അകത്തു പോയി ഇരിക്കൂ, ഞങ്ങൾ വലിയൊരു കാര്യം ചെയ്യുകയാണ്, മനോജ് അസ്വസ്ഥയോടെ പറഞ്ഞു. ഭവാനിയമ്മ ആ മേശക്കരികിലേക്ക് ചെന്നു. ഡീലറുടെ കണ്ണുകളിലേക്ക് നോക്കി അവർ പറഞ്ഞു, ക്ഷമിക്കണം, ഈ വീട് വിൽക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. കാരണം ഈ വീടിന്റെ യഥാർത്ഥ ഉടമ ഞാനാണ്. ഹാളിൽ പെട്ടെന്ന് ഒരു നിശബ്ദത പടർന്നു. വിനോദിന്റെ കയ്യിലിരുന്ന പേന താഴെ വീണു. രശ്മിയും അഞ്ജലിയും പരസ്പരം നോക്കി. അവർ കണ്ടിരുന്ന സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു വീഴുകയായിരുന്നു. ഭവാനിയമ്മയുടെ വാക്കുകൾ കേട്ട് വിനോദ് പൊട്ടിച്ചിരിച്ചു. അമ്മക്ക് എന്തു പറ്റി? പനി കൂടി വട്ടായോ? ഈ വീട് അച്ഛന്റെ പേരിലായിരുന്നില്ലേ? അച്ഛൻ മരിച്ച സ്ഥിതിക്ക് ഇതിന്റെ അവകാശം ഞങ്ങൾ മക്കൾക്കല്ലേ? വിനോദ് പരിഹാസത്തോടെ ചോദിച്ചു. ഡീലർ സംശയത്തോടെ എല്ലാവരെയും നോക്കി. ഭവാനിയമ്മ വിറക്കാത്ത കൈകളോടെ ആ ചുവന്ന ഫയൽ മേശപ്പുറത്ത് വെച്ചു. നിങ്ങൾ കണ്ട ആധാരം വീട് പണിത സമയത്തായിരുന്നു. എന്നാൽ നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഈ വീടും പുരയിടവും മുഴുവനായി എന്റെ പേരിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. ദാ ഇത് നോക്ക്. മനോജ് വേഗം ആ കടലാസുകൾ പിടിച്ചു വാങ്ങി വായിച്ചു. വരികൾക്കിടയിലൂടെ അവന്റെ കണ്ണുകൾ പായുമ്പോൾ മുഖത്തെ നിറം മങ്ങുന്നത് എല്ലാവരും കണ്ടു. ഇത് അച്ഛന്റെ ഒപ്പാണ്. പക്ഷെ അമ്മ ഇതുവരെ എന്താ ഞങ്ങളോട് പറയാതിരുന്നത്? മനോജ് ഭയപ്പെട്ട് ചോദിച്ചു. കാരണം ഭവാനി അമ്മ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എന്റെ മക്കൾ എന്നെ നോക്കുമെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അധികാരത്തിന്റെ കരുത്തിലല്ല, സ്നേഹത്തിന്റെ തണലിൽ ഇവിടെ കഴിയാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ നിങ്ങൾ എന്നെ ഒരു ഭാരമായി കണ്ടു, എന്നെ വീതം വെച്ചു. അവസാനം എന്നെ ഒരു വൃദ്ധസദനത്തിൽ തള്ളാൻ വരെ നിങ്ങൾ തയ്യാറായി. രശ്മിയും അഞ്ജലിയും സ്തംഭിച്ചു നിൽക്കുകയാണ്. കോടികളുടെ സ്വപ്നം തകർന്നത് അവർക്ക് സഹിക്കാനായില്ല. രശ്മി പെട്ടെന്ന് ഭാവം മാറ്റി പറഞ്ഞു, അമ്മേ, ഞങ്ങൾ അമ്മയുടെ നന്മക്ക് വേണ്ടിയല്ലേ ആലോചിച്ചത്. അമ്മക്ക് അവിടെ നല്ല സൗകര്യങ്ങൾ കിട്ടുമല്ലോ എന്ന് കരുതിയാണ്. നിർത്തൂ. ഭവാനി അമ്മ കൈയുയർത്തി അവരെ തടഞ്ഞു. നിങ്ങളുടെ നന്മ എനിക്ക് വേണ്ട. ഇത്രയും കാലം ഞാൻ ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഇനി അത് പറ്റില്ല. അപ്പോഴാണ് വക്കീൽ കൃഷ്ണദാസ് അവിടേക്ക് കടന്നു വന്നത്. കൂടെ പോലീസുകാരും ഉണ്ടായിരുന്നു. ഡീലർ കാര്യം പന്തിയല്ലെന്ന് കണ്ട് തന്റെ ചെക്കുമായി അവിടെ നിന്നും സ്ഥലം വിട്ടു. മക്കൾ പരിഭ്രാന്തരായി. അമ്മേ, എന്തിനാ പോലീസ്? നമ്മൾ തമ്മിലുള്ള കാര്യമല്ലേ? വിനോദ് വിറക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. വക്കീൽ മുന്നോട്ട് വന്ന് പറഞ്ഞു, വിനോദ്, മനോജ്, ഭവാനി അമ്മ ഈ വീടിന്റെ ഏക ഉടമയാണ്. ഈ വീട്ടിൽ ആര് താമസിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവർക്ക് മാത്രമാണ്. നിങ്ങളുടെ പെരുമാറ്റം ഒരു മുതിർന്ന പൗരനോടുള്ള ക്രൂരതയുടെ പരിധിയിൽ വരും. ഭവാനി അമ്മ ഇപ്പോൾ ഒരു പുതിയ ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടുണ്ട്. എന്തുടമ്പടി? അഞ്ജലി പേടിയോടെ ചോദിച്ചു. ഭവാനി അമ്മ വക്കീലിന്റെ കയ്യിൽ നിന്നും ആ പുതിയ കടലാസ് വാങ്ങി മക്കൾക്ക് നേരെ നീട്ടി. ഈ വീട് ഇനൊരു അനാഥാലയമായി മാറും. തൃശൂരിലെ ഒരു പ്രമുഖ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിന്റെ ആദ്യ ഗഡു പണം ഞാൻ വാങ്ങിക്കഴിഞ്ഞു. ആ പണം കൊണ്ട് ഇവിടെയുള്ള അനാഥരായ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും നൽകാം. ഞാൻ അവരുടെ മുത്തശ്ശിയായി ഇവിടെ കഴിയും. മക്കൾക്ക് വിശ്വസിക്കാനായില്ല. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് പോകും അമ്മേ? മനോജ് കരച്ചിലിന്റെ വക്കിലെത്തി ചോദിച്ചു. ഭവാനി അമ്മ തന്റെ കണ്ണുകളിലെ നനവ് തുടച്ചു. 15 ദിവസം നീയും 15 ദിവസം വിനോദും എന്നെ നോക്കിയതുപോലെ ഇനി നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കണം. ഈ നിമിഷം മുതൽ ഈ വീടിന്റെ അവകാശം ആ ട്രസ്റ്റിനാണ്. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അധികാരമില്ല. രശ്മിയും അഞ്ജലിയും ഭവാനി അമ്മയുടെ കാല് പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഭവാനി അമ്മ പിന്നിലേക്ക് മാറി. സ്നേഹമുള്ളപ്പോൾ നിങ്ങൾ എന്നെ ചവിട്ടി മെതിച്ചു. ഇപ്പോൾ അധികാരം കണ്ടപ്പോൾ കാല് പിടിക്കുന്നു. ഈ അഭിനയം എനിക്ക് വേണ്ട. ഒരു മണിക്കൂറിനുള്ളിൽ വീട് ഒഴിഞ്ഞു തരണമെന്ന് വക്കീൽ കർശനമായി പറഞ്ഞു. ആ തറവാട് വീടിന്റെ ഉമ്മറത്ത് വർഷങ്ങളോളം താൻ അപമാനിക്കപ്പെട്ട ആ വരാന്തയിൽ ഭവാനി അമ്മ തല ഉയർത്തി നിന്നു. തന്റെ വിയർപ്പിന്റെ വില സംരക്ഷിച്ച ആ അമ്മയുടെ മുന്നിൽ മക്കൾക്ക് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നു. ശ്രീലകം തറവാടിന്റെ ഉമ്മറത്ത് ഒരു നിശബ്ദത തളം കെട്ടി നിന്നു. ഭവാനി അമ്മയുടെ വാക്കുകൾ ഒരു ഇടിമിന്നൽ പോലെയാണ് മക്കളുടെയും മരുമക്കളുടെയും തലയിൽ പതിച്ചത്. കോടികൾ വിലമതിക്കുന്ന തറവാട് വീട് വിറ്റ് സുഖമായി ജീവിക്കാമെന്ന അവരുടെ മോഹങ്ങൾ നിമിഷ നേരം കൊണ്ട് കത്തിയമർന്നു. വക്കീൽ കൃഷ്ണദാസും പോലീസുകാരും നിൽക്കുന്നത് കണ്ട് കൂടുതൽ തർക്കിക്കാൻ വിനോദും മനോജിനും ധൈര്യമുണ്ടായിരുന്നില്ല. അമ്മേ, ഞങ്ങൾ എങ്ങോട്ട് പോകും? ഈ രാത്രിയിൽ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ എവിടെ അഭയം തേടും? രശ്മി തേങ്ങിക്കൊണ്ട് ചോദിച്ചു. ഭവാനി അമ്മ ജനാൽക്കൽ പിടിച്ച് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. അവരുടെ ഉള്ളിൽ ഒരു മാതൃഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം മക്കളെ തെരുവിലേക്ക് ഇറക്കി വിടുന്നത് ഏതമ്മക്കാണ് സഹിക്കാൻ കഴിയുക? പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവർ അനുഭവിച്ച
അനുഭവിച്ച ക്രൂരതകൾ ആ അമ്മയുടെ മനസ്സിനെ കഠിനമാക്കി. നിങ്ങൾ പോകുന്നതിനെ കുറിച്ച് എനിക്ക് ആശങ്കയില്ല രശ്മി, ഭവാനി അമ്മ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. ഞാൻ തണുപ്പത്ത് വരാന്തയിൽ കിടന്നപ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് ചിന്തിച്ചിരുന്നോ? എനിക്ക് മരുന്ന് വാങ്ങാൻ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസിനെ കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെട്ടില്ലേ? ഇപ്പോൾ നിനക്ക് താമസിക്കാൻ നിന്റെ അച്ഛന്റെ വീടുണ്ട്. വിനോദിനും മനോജിനും സ്വന്തമായി ഫ്ലാറ്റ് വാങ്ങാൻ മാത്രം ശമ്പളവുമുണ്ട്. ആരും തെരുവിലാകില്ല. പക്ഷെ ഈ വീട്ടിൽ ഇനി നിങ്ങൾക്ക് സ്ഥാനമില്ല. വിനോദും മനോജും തല താഴ്ത്തി മുറികളിലേക്ക് നടന്നു. തങ്ങളുടെ വസ്ത്രങ്ങളും അത്യാവശ്യ സാധനങ്ങളും അവർ ബാഗിനുള്ളിൽ നിറച്ചു. അഹങ്കാരത്തോടെ ആ വീടിന്റെ ഓരോ മൂലയിലും അധികാരം സ്ഥാപിച്ചിരുന്ന രശ്മിയും അഞ്ജലിയും ഇന്ന് തോറ്റുപോയ പടയാളികളെ പോലെ നിശബ്ദരായി. ഒരു മണിക്കൂറിനുള്ളിൽ അവർ തങ്ങളുടെ സാധനങ്ങളുമായി മുറ്റത്തിറങ്ങി. മുറ്റത്തെ കാറുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം ഭവാനി അമ്മ കേട്ടു. ഗേറ്റ് കടന്ന് ആ വണ്ടികൾ ദൂരേക്ക് മറിയുന്നതുവരെ അവർ നോക്കി നിന്നു. വീട് പെട്ടെന്ന് നിശബ്ദമായി. വർഷങ്ങൾക്ക് ശേഷം ഭവാനി അമ്മ ആ വീട്ടിൽ തനിച്ചായി. പക്ഷേ അവർക്ക് ഭയമുണ്ടായിരുന്നില്ല, മറിച്ച് വലിയൊരു സമാധാനമായിരുന്നു. വക്കീൽ കൃഷ്ണദാസ് അവരുടെ അരികിലെത്തി. ഭവാനി അമ്മേ, ധൈര്യമായിരിക്കൂ, ട്രസ്റ്റിന്റെ വണ്ടി ഇപ്പോൾ എത്തും. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മുറ്റത്തൊരു ചെറിയ ബസ് വന്നു നിന്നു. അതിൽ നിന്ന് നവജീവൻ ട്രസ്റ്റ് എന്ന ബോർഡ് ഭവാനി അമ്മയുടെ കണ്ണിൽ പെട്ടു. ബസ്സിൽ നിന്നും 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള 6 കുട്ടികൾ പുറത്തിറങ്ങി. അവരുടെ കൈകളിൽ ചെറിയ പൊതികൾ ഉണ്ടായിരുന്നു. ആരോരുമില്ലാത്ത അനാഥാലയങ്ങൾ കഴിഞ്ഞിരുന്ന ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ അത്ഭുതവും പേടിയും കലർന്ന ഒരു ഭാവമായിരുന്നു. ട്രസ്റ്റ് ഭാരവാഹിയായ ശാരദ ടീച്ചർ കുട്ടികളെ ഭവാനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. കുട്ടികളെ, ഇതാണ് നിങ്ങളുടെ മുത്തശ്ശി. ഈ വലിയ വീട് ഇനി നിങ്ങളുടെ സ്വന്തമാണ്. കുട്ടികൾ ഭവാനി അമ്മയെ നോക്കി. ഒരു ചെറിയ പെൺകുട്ടി പതുക്കെ ഭവാനി അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ചു. മുത്തശ്ശി, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാമോ? അവൾ ചോദിച്ചു. ഭവാനി അമ്മയുടെ വറ്റിപ്പോയ കണ്ണുകളിൽ നിന്ന് സ്നേഹത്തിന്റെ നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു. അവർ ആ കുട്ടിയെ ചേർത്തു പിടിച്ചു. താമസിക്കാം മോളെ, ഇനിത് നിങ്ങളുടെ വീടാണ്. ഈ മുത്തശ്ശി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അന്ന് രാത്രി ശ്രീലകത്ത് വർഷങ്ങൾക്ക് ശേഷം അടുക്കളയിൽ സ്നേഹത്തിന്റെ മണം ഉയർന്നു. ഭവാനി അമ്മ ആ കുട്ടികൾക്കായി ചൂടുള്ള കഞ്ഞി വിളമ്പി. മക്കൾ നിഷേധിച്ച ആ സ്നേഹം അന്യരായ ആ കുഞ്ഞുങ്ങൾക്ക് നൽകിയപ്പോൾ ഭവാനി അമ്മ അനുഭവിച്ച സംതൃപ്തിക്ക് കോടികളേക്കാൾ വിലയുണ്ടായിരുന്നു. ശ്രീലകം എന്ന തറവാട് വീടിന് പുതിയൊരു ജീവൻ ലഭിച്ചതുപോലെയായിരുന്നു ആ ദിവസങ്ങൾ. മക്കൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അനുഭവപ്പെട്ടിരുന്ന ആ ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദത എങ്ങോ മാഞ്ഞുപോയി. പകരം കുട്ടികളുടെ പാദസര കിലുക്കം പോലെ മനോഹരമായ അവരുടെ സംസാരവും ചിരിയും ആ വീടിന്റെ ഓരോ കോണിലും നിറഞ്ഞു. ഭവാനി അമ്മക്ക് ഇപ്പോൾ വിശ്രമിക്കാൻ സമയമില്ലായിരുന്നു. രാവിലെ കുട്ടികളെ എഴുന്നേൽപ്പിക്കുക, അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഒരുക്കുക, അവർക്കായി രുചിയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ അവർ വീണ്ടും ഒരു അമ്മയായി മാറി. ട്രസ്റ്റിൽ നിന്നുള്ള ശാരദ ടീച്ചറും 2 സഹായികളും വന്നതോടെ വീടിന്റെ ഭരണം സുഖമായി. മുമ്പ് മരുമക്കൾ പൂട്ടിവെച്ചിരുന്ന അടുക്കള എന്ന് എപ്പോഴും തുറന്നിരുന്നു. ഭവാനി അമ്മ ഉണ്ടാക്കുന്ന നെയ്യപ്പം കഴിക്കുമ്പോൾ 10 വയസ്സുകാരൻ കണ്ണൻ പറയും, മുത്തശ്ശി, ജീവിതത്തിൽ ഇത്രയും രുചിയുള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. ആ വാക്കുകൾ ഭവാനി അമ്മയുടെ ഉള്ളിലെ പഴയ മുറിവുകൾക്ക് മരുന്നായി മാറി. അതേസമയം നഗരത്തിലെ ഒരു ചെറിയ വാടക ഫ്ളാറ്റിൽ വിനോദും മനോജും കഷ്ടപ്പെടുകയായിരുന്നു. തറവാട് വീട്ടിലെ രാജകീയ സൗകര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഒരു കൊച്ചു ഫ്ളാറ്റിലേക്ക് മാറിയത് രശ്മിക്കും അഞ്ജലിക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. വീട്ടുജോലികൾ ചെയ്യാൻ ആരുമില്ലാത്തതും കുട്ടികളെ നോക്കാൻ ഭവാനി അമ്മ ഇല്ലാത്തതും അവരെ തളർത്തി. മക്കൾക്കിടയിൽ അമ്മയുടെ പേരിലുണ്ടായിരുന്ന തർക്കങ്ങൾ ഇപ്പോൾ പണത്തെ ചൊല്ലിയായി മാറി. എല്ലാം നിങ്ങളുടെ അമ്മ കാരണമാണ്, രശ്മി എപ്പോഴും പരാതിപ്പെട്ടു. നമ്മളെ ഇങ്ങനെ തെരുവിലേക്ക് ഇറക്കിവിട്ട് ഒരു അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു. പക്ഷേ വിനോദ് പതുക്കെ സത്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നു. രാത്രിയിൽ ഉറക്കം വരാതെ കിടക്കുമ്പോൾ അമ്മ വരാന്തയിൽ കിടന്ന ആ തണുത്ത രാത്രി അവൻ ഓർത്തു. അമ്മയുടെ തലയിലെ ആ മുറിവ് അവന്റെ മനസ്സിൽ ഒരു കനലായി എരിഞ്ഞു. ഒരു വൈകുന്നേരം വിനോദ് ആരും കാണാതെ പഴയ തറവാടിന് മുന്നിലെത്തി. ഗേറ്റിന് പുറത്തു നിന്ന് അവർ അകത്തേക്ക് നോക്കി. മുറ്റത്ത് കുട്ടികൾ പന്ത് കളിക്കുന്നു. ഭവാനി അമ്മ ഉമ്മറത്തെ ചാരു കസേരയിൽ ഇരുന്ന് അത് നോക്കി ചിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം അമ്മ ഇത്രയും സന്തോഷവതിയായി വിനോദ് കണ്ടിട്ടില്ല. അവൻ പതുക്കെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. ഭവാനി അമ്മ വിനോദിനെ കണ്ടു. പക്ഷെ അവരുടെ മുഖത്ത് പഴയ ആവേശം ഉണ്ടായിരുന്നില്ല. എന്തിനാ വിനോദേ നീ വന്നത്? അവർ ശാന്തമായി ചോദിച്ചു. വിനോദ് അമ്മയുടെ കാൽക്കൽ ഇരുന്നു. അമ്മേ, എനിക്ക് തെറ്റുപറ്റി. ഞങ്ങൾ ചെയ്തതൊന്നും ശരിയായില്ല എന്ന് എനിക്കിപ്പോൾ
മനസ്സിലാകുന്നു. ഈ ഫ്ലാറ്റ് ജീവിതം നഗരമാണ് അമ്മേ. രശ്മിയും അഞ്ജലിയും എപ്പോഴും വഴക്കാണ്. അമ്മ കൂടെയില്ലാതെ ഞങ്ങൾക്ക് സമാധാനമില്ല. ഭവാനി അമ്മ വിനോദിന്റെ മുഖത്തേക്ക് നോക്കി. നീ വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ നിന്റെ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണോ വിനോദേ? എന്റെ കൂടെ നിൽക്കുമ്പോൾ നീ എന്നെ ഒരു ഭാരമായിട്ടല്ലേ കണ്ടത്? ഈ കുട്ടികളെ നോക്ക്. അവർ മുറ്റത്തെ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചു. അവർക്ക് ഞാൻ ആരുമല്ല. പക്ഷെ ഞാൻ നൽകുന്ന ഒരു നേരത്തെ ആഹാരത്തിന് ഇവർ എന്നോട് കാണിക്കുന്ന സ്നേഹം 30 വർഷം ഞാൻ വളർത്തിയ നീ കാണിച്ചിട്ടില്ല. വിനോദ് തല താഴ്ത്തി. അമ്മേ, ഞങ്ങളോടൊന്ന് ക്ഷമിച്ചൂടെ? ഞാൻ തിരിച്ചു വന്നോട്ടെ. ഭവാനി അമ്മ എഴുന്നേറ്റു. ക്ഷമ എന്നത് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല വിനോദ്, അത് പ്രവൃത്തിയിലൂടെ കാണിക്കേണ്ടതാണ്. ഈ വീട് ഇനി നിനക്കോ മനോജിനോ ഉള്ളതല്ല, ഇത് ഈ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. നിനക്ക് പശ്ചാത്താപം ഉണ്ടെങ്കിൽ ഇവർക്കായി എന്തെങ്കിലും ചെയ്യാൻ നോക്ക്, അല്ലാതെ പഴയ അധികാരം തിരിച്ചു പിടിക്കാനാണെങ്കിൽ ഈ വഴി ഇനി വരരുത്. വിനോദ് ഒന്നും മിണ്ടാതെ പടിയിറങ്ങി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഭവാനി അമ്മ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്നേഹത്തെ കച്ചവടമാക്കിയ മക്കൾക്ക് നൽകാൻ അവർക്ക് ഇനിയൊരു അവസരം ബാക്കിയുണ്ടായിരുന്നില്ല. വിനോദ് തറവാട്ടിൽ നിന്നും മടങ്ങി വന്നത് ഭാരമേറിയ ഹൃദയവുമായാണ്. വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച പഴയതിലും കഷ്ടമായിരുന്നു. രശ്മിയും അഞ്ജലിയും തമ്മിൽ നിസ്സാര കാര്യത്തിന് വലിയ വഴക്കിലാണ്. പഴയ വലിയ തറവാട്ടിൽ അമ്മ എല്ലാ പണികളും ചെയ്ത് ഇവരെ രാജകുമാരിമാരെ പോലെ ഇരുത്തിയിരുന്ന കാലം അവർ രണ്ടുപേരും മറന്നുപോയിരുന്നു. ഇപ്പോൾ സ്വന്തം വസ്ത്രങ്ങൾ അലക്കാനും കുട്ടികളെ നോക്കാനും അവർക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയത്? വിനോദിനെ കണ്ടതും രശ്മി ആക്രോശിച്ചു. ആ കിളവി നമ്മളെ ഇറക്കി വിട്ടതല്ലേ, ഇനി അങ്ങോട്ട് ചെല്ലാൻ നിങ്ങൾക്ക് നാണമില്ലേ? എങ്ങനെയെങ്കിലും ആ വീട് തിരിച്ചു പിടിക്കാൻ നോക്ക് വിനോദേട്ടാ, അല്ലെങ്കിൽ എനിക്ക് ഈ ചെറിയ ഫ്ലാറ്റിൽ ശ്വാസം മുട്ടും. വിനോദ് ആദ്യമായി രശ്മിക്കെതിരെ ശബ്ദമുയർത്തി. അമ്മയെ കിളവി എന്ന് വിളിക്കരുത് രശ്മി. ആ അമ്മയുടെ വിയർപ്പിലാണ് നമ്മൾ ഇത്രയും കാലം സുഖിച്ചത്. അമ്മ നമ്മളെ നോക്കിയതിന്റെ പകുതിയെങ്കിലും നമ്മൾ അമ്മയെ നോക്കിയിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു. നീയും അഞ്ജലിയും കൂടി അമ്മയെ വീതം വെച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇതേ സമയം മനോജിന്റെ അവസ്ഥയും സമാനമായിരുന്നു. ഓഫീസിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട മനോജിന് തന്റെ ആഡംബര കാർ വിൽക്കേണ്ടി വന്നു. കൂട്ടുകാരും ബന്ധുക്കളും അവരെ ഒറ്റപ്പെടുത്തി. അമ്മയെ തെരുവിലിറക്കിയ മക്കളല്ലേ നിങ്ങൾ എന്ന ചോദ്യം അവർക്ക് എല്ലായിടത്തു നിന്നും നേരിടേണ്ടി വന്നു. നാട്ടിലെ ഒരു കല്യാണത്തിന് പോയപ്പോൾ അയൽവാസികൾ അവരോട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. അന്തസ്സും പണവും അധികാരവും എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായതുപോലെ അവർക്ക് തോന്നി. ഒരു രാത്രിയിൽ മനോജും വിനോദും ഒരിടത്ത് കണ്ടുമുട്ടി. രണ്ടുപേരുടെയും മുഖത്ത് പരാജയത്തിന്റെ നിഴലായിരുന്നു. നമുക്ക് അമ്മയോട് മാപ്പ് ചോദിക്കണം വിനോദേട്ടാ, മനോജ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പണത്തിന്റെ അഹങ്കാരത്തിൽ നമ്മൾ അമ്മയെ ഒരു ഭാരമായി കണ്ടു. പക്ഷെ ഇപ്പോൾ മനസ്സിലാകുന്നു, അമ്മയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന്. നമുക്ക് ആ തറവാട് വേണ്ട, അമ്മയുടെ സ്നേഹം മതി. അടുത്ത ഞായറാഴ്ച രണ്ടുപേരും കുടുംബസഹിതം ശ്രീലകത്തേക്ക് ചെന്നു. ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു. തറവാട് വീട് ഒരു വർണ്ണലോകമായി മാറിയിരിക്കുന്നു. ചുമരുകളിൽ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ. മുറ്റത്തെ മാവിൻ ചുവട്ടിൽ ഭവാനിയമ്മ ഇരുന്ന് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു. കുട്ടികൾ അമ്മയെ മുത്തശ്ശി എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ വിനോദിന്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടായി. താൻ ഒരിക്കലും നൽകാത്ത ബഹുമാനവും സ്നേഹവുമാണ് ഈ അന്യരായ കുഞ്ഞുങ്ങൾ അമ്മക്ക് നൽകുന്നത്. അവർ പതുക്കെ അകത്തേക്ക് കയറി. ഭവാനി അമ്മ അവരെ കണ്ടു. പക്ഷെ പഴയ ദേഷ്യമൊന്നും ആ മുഖത്തുണ്ടായിരുന്നില്ല. പകരം ഒരു വലിയ സമാധാനം അവിടെ നിറഞ്ഞു നിന്നു. വിനോദും മനോജും അമ്മയുടെ കാൽക്കൽ വീണു. ഇത്തവണ അത് അഭിനയമായിരുന്നില്ല. അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങൾ ചെയ്ത ക്രൂരതകൾക്ക് അർഹിക്കുന്ന ശിക്ഷയാണ് ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഞങ്ങൾക്ക് ആ വീടോ സ്വത്തോ വേണ്ട. അമ്മയുടെ മക്കളായി ഞങ്ങളെ ഒന്ന് കാണാൻ സാധിക്കുമോ? ഭവാനി അമ്മ അവരെ ഒന്ന് നോക്കി. നിങ്ങൾ വൈകിപ്പോയി മക്കളെ. പക്ഷേ മനുഷ്യർ തെറ്റുകൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. സ്നേഹം എന്നത് ആജ്ഞാപിച്ചു വാങ്ങേണ്ടതൊന്നല്ല, അത് ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. നിങ്ങൾക്ക് എന്നെ കാണാൻ ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ വരാം. പക്ഷേ ഈ വീടിന്റെ അധികാരികൾ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളാണ്. അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കൊരു മുറി ഇവിടെ ഞാൻ നൽകാം. പക്ഷേ പഴയതുപോലെ യജമാനന്മാരായിട്ടല്ല, ഈ കുട്ടികളുടെ സേവകരായി. മക്കൾ പരസ്പരം നോക്കി. അവരുടെ ഉള്ളിലെ അഹങ്കാരത്തിന്റെ അവസാന തരിയും അന്നവിടെ ഉരുകിത്തീർന്നു. ജീവിതത്തിന്റെ വലിയൊരു പാഠം അവർ ആ തറവാട് മുറ്റത്ത് വെച്ച് പഠിച്ചു. ശ്രീലകം എന്ന തറവാട് വീട് ഇപ്പോൾ വെറും ഒരു വീടല്ല, അത് നൂറുകണക്കിന് സ്നേഹബന്ധങ്ങൾ ഇഴചേർന്ന ഒരു പുണ്യ സങ്കേതമായി മാറി. വിനോദും മനോജും അമ്മയുടെ വാക്കുകൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. അവർക്ക് തങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ ദൈവം നൽകിയ അവസാന അവസരമായിരുന്നു അത്. പഴയ അധികാരികളായല്ല, മറിച്ച് ആ അനാഥാലയ
അനാഥാലയത്തിൽ കുട്ടികളുടെ സംരക്ഷകരായി അവർ മാറി. വിനോദ് തന്റെ ഒഴിവു സമയങ്ങളിൽ കുട്ടികൾക്ക് കണക്കും ഇംഗ്ലീഷും പഠിപ്പിച്ചു കൊടുത്തു. മനോജ് കുട്ടികൾക്കായി മുറ്റത്ത് ചെറിയൊരു പച്ചക്കറി തോട്ടം ഒരുക്കി. തങ്ങളുടെ മക്കൾക്ക് നൽകാത്ത സ്നേഹവും കരുതലും അവർ ആ കുഞ്ഞുങ്ങൾക്ക് നൽകി. രശ്മിയും അഞ്ജലിയും തുടക്കത്തിൽ മടിച്ചു നിന്നെങ്കിലും ഭവാനിയമ്മയുടെ ശാന്തമായ പെരുമാറ്റവും കുട്ടികളുടെ നിഷ്കളങ്കമായ സ്നേഹവും അവരുടെ ഉള്ളിലെ അഹങ്കാരത്തെ അലിയിച്ചു കളഞ്ഞു. അവർ അടുക്കളയിൽ ഭവാനിയമ്മയെ സഹായിക്കാനും കുട്ടികൾക്ക് വസ്ത്രങ്ങൾ തുന്നിക്കൊടുക്കാനും തുടങ്ങി. ഒരു വൈകുന്നേരം മുറ്റത്തെ വലിയ മാവിൻ ചുവട്ടിൽ ഭവാനിയമ്മ ചാരുകസയിൽ ഇരിക്കുകയാണ്. ചുറ്റും കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. വിനോദും മനോജും അവർക്കൊപ്പം പന്ത് കളിക്കുന്നു. ദൂരെ നിന്ന് നോക്കിയാൽ അതൊരു വലിയ കുടുംബമാണെന്നേ തോന്നുമായിരുന്നുള്ളൂ. ശാരദ ടീച്ചർ അരികിൽ വന്ന് ഭവാനി അമ്മയോട് പറഞ്ഞു, ഭവാനി അമ്മേ, നിങ്ങളൊരു അത്ഭുതമാണ്. തകരാൻ പോയ ഒരു കുടുംബത്തെയും തകർന്നു പോയ ഒരു കൂട്ടം കുഞ്ഞുങ്ങളെയും നിങ്ങൾ ഒന്നിപ്പിച്ചു. ഭവാനി അമ്മ പുഞ്ചിരിച്ചു. ഞാനല്ല ടീച്ചറെ, സ്നേഹമാണ് എല്ലാം ചെയ്തത്. മനുഷ്യൻ പണത്തിന് പിന്നാലെ പായുമ്പോൾ സ്വന്തം വേരുകൾ മറന്നു പോകുന്നു. ആ വേരുകൾ എത്ര ആഴത്തിലുള്ളതാണെന്ന് എന്റെ മക്കൾ തിരിച്ചറിഞ്ഞു. അത് മതി എനിക്ക്. വർഷങ്ങൾ കടന്നുപോയി. ഭവാനി അമ്മയുടെ ആരോഗ്യം പതുക്കെ ക്ഷയിച്ചു തുടങ്ങി. പക്ഷേ അവരുടെ മനസ്സിൽ ഒരു തരി പോലും സങ്കടമുണ്ടായിരുന്നില്ല. ഒരു നാൾ പുലർച്ച ആകാശത്ത് നക്ഷത്രങ്ങൾ മാനു തുടങ്ങുന്ന സമയത്ത് മക്കളുടെയും പേരക്കുട്ടികളുടെയും അനാഥരായ ആ കുഞ്ഞുങ്ങളുടെയും നടുവിൽ കിടന്ന് ഭവാനിയമ്മ സമാധാനത്തോടെ കണ്ണടച്ചു. താൻ പടുത്തുയർത്തിയ ശ്രീലകം സുരക്ഷിതമായ കൈകളിലാണെന്ന ഉറപ്പോടെ ആ അമ്മ യാത്രയായി. ഭവാനി അമ്മയുടെ മരണശേഷം വിനോദും മനോജും ആ അനാഥാലയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അവർ സ്വന്തമായി പുതിയ വീടുകൾ വാങ്ങിയില്ല. പകരം ആ തറവാടിന്റെ ഒരു ചെറിയ ഭാഗത്ത് താമസിച്ച് ആ കുഞ്ഞുങ്ങളെ വളർത്തി. ലോകത്തിനു മുന്നിൽ അവർ വലിയൊരു പാഠമായി മാറി.